Hi, I am Vineet, water consultant from Palakkad. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓപ്പൺ വെൽ ക്ലോറിനേഷനെ കുറിച്ചിട്ടുള്ളതാണ്. അത് നമ്മുടെ കിണർ. ക്ലോറിനേഷൻ പലതരത്തിലുണ്ട്. നോർമൽ ക്ലോറിനേഷൻ, സൂപ്പർ ക്ലോറിനേഷൻ, ഷോക്ക് ക്ലോറിനേഷൻ എന്നെല്ലാം പറയും. ഇതെല്ലാം വ്യത്യാസം വരുന്നത് ക്ലോറിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടും സമയത്തിലുള്ള വ്യത്യാസവുമാണ് ഇതിനെല്ലാം ഉള്ളത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൂപ്പർ ക്ലോറിനേഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കേരളത്തിൽ പല വീടുകളും നിങ്ങളൊരു NRE ആണെങ്കിലോ അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലോ നമ്മൾ വർഷത്തിൽ ഒരു തവണയോ 2 തവണയോ വന്നിട്ട് പോകും. ബാക്കിയുള്ള സമയം ഈ വെള്ളം ഇളക്കമില്ലാതെ നിൽക്കുകയാണ്. വായു സഞ്ചാരം ഉണ്ടാവില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ കാലത്തൊക്കെ കിണർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി ആളുകൾക്ക് അപകടം സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ വായു സഞ്ചാരം ഇല്ലാതെ ഉണ്ടാവുമ്പോൾ അവിടെ ഹൈഡ്രജൻ സൾഫൈഡ് പോലുള്ള ചില വാതകങ്ങളുണ്ടാവും. അതുമാത്രമല്ല, മറ്റ് നമുക്ക് ദോഷം ചെയ്താക്കാവുന്ന ഒരുപാട് ഗ്യാസുകൾ അവിടെ ജനറേറ്റ് ആവും. കാരണം നമ്മൾ മാത്രമല്ല ഈ വെള്ളം ഉപയോഗിക്കുന്നത്, ജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അവരെല്ലാം ഇതിനകത്ത് തന്നെയാണ് ജീവിച്ചു വരുന്നത്. അവരെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പലതരം വാതകങ്ങളും പലതരം കെമിക്കൽസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും വർഷത്തിലൊരിക്കലെങ്കിലും ക്ലോറിനേഷൻ ചെയ്യണം എന്ന് പറയാറുണ്ട്. അവരത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പാക്കാറുമുണ്ട്. സാധാരണ ക്ലോറിനേഷനും സൂപ്പർ ക്ലോറിനേഷൻ തമ്മിലുള്ള പ്രത്യേകത, സാധാരണ ക്ലോറിനേഷൻ്റെ 10 മടങ്ങാണ് ക്ലോറിൻ നമ്മൾ സൂപ്പർ ക്ലോറിനേഷൻ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ വീഡിയോയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ കൂടി വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. ക്ലോറിനേഷൻ്റെ ആദ്യത്തെ പടി വെള്ളം ടെസ്റ്റ് ചെയ്യുക എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വെള്ളം ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ എന്തെങ്കിലും സ്മെല്ല് വരുന്നു, അല്ലെങ്കിൽ ടേസ്റ്റ് ഡിഫറൻസ് വരുന്നു എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ക്ലോറിനേഷനിലേക്ക് പോവാം. അല്ലെങ്കിൽ പീരിയോഡിക്കലി നിങ്ങൾക്ക് മഴക്കാലത്തിന് തൊട്ട് മുമ്പോ മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്ലോറിനേഷനിലേക്ക് പോകാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ക്ലോറിനേഷൻ ഉപയോഗിക്കേണ്ട കെമിക്കൽ. നിങ്ങൾക്ക് കെമിക്കൽസ് വിൽക്കുന്ന കടകളോ അല്ലെങ്കിൽ ലബോറട്ടറികളിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കോൺസെൻട്രേഷനുള്ള ക്ലോറിനാണ് വേണ്ടതെന്നുള്ളത് അവിടെ നോക്കാം. അവിടെ നിന്ന് അവരോട് ചോദിച്ചിട്ട് വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ. കടകളിലെല്ലാം നമുക്ക് കിട്ടും. ആ ബ്ലീച്ചിങ് പൗഡർ കമ്പനികളുടെയൊക്കെ മിക്കവാറും വരും ഒരു 5 mg ഒക്കെ ആയിരിക്കും കോൺസെൻട്രേഷൻ ഉണ്ടാവുക. ആ ബ്ലീച്ചിങ് പൗഡർ എടുക്കാം. അതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ട, ക്ലോറിനേഷന് വേണ്ടി സെലക്ട് ചെയ്യേണ്ട കെമിക്കലായിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആകും. അടുത്തത്, ക്ലോറിനേഷന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ചെയ്തിരിക്കേണ്ട ചില സ്റ്റെപ്പുകളുണ്ട്. അതിലൊന്നാമത്തത് നിങ്ങളുടെ പമ്പ് ടേൺ ഓഫ് ചെയ്യുക. മാത്രമല്ല, ഈ കിണറിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോ ഇലക്ട്രിക്കലായിട്ടുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും കിണറിലുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ ഓഫ് ചെയ്തിരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് ക്ലോറിനേഷനിലേക്ക് പോകാൻ പാടുള്ളൂ. നാലാമത്തെ കാര്യം, ഈ ക്ലോറിൻ വാട്ടർ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ കണ്ണുകളിലോ ഡ്രസ്സിലോ പോലും ആയാലും, ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കളറുള്ള ഡ്രസ്സാണെങ്കിൽ അത് ഫുൾ വൈറ്റ് സ്പോട്ടുകളായിട്ട് മാറും ഈ ക്ലോറിൻ ടച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഗ്ലാസ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വയം രക്ഷ ഉറപ്പ് വരുത്തിക്കൊണ്ട് മാത്രമാണ് ഈ ക്ലോറിനേഷനിലേക്ക് നമ്മൾ കടക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നമുക്ക് ക്ലോറിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഈ ക്ലോറിൻ വരുന്നത്, ബ്ലീച്ചിങ് പൗഡർ അടക്കമുള്ള സാധനങ്ങൾ വരുന്നത്, കെമിക്കൽസ് വരുന്നത് ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് വെള്ളം ഒഴിക്കുകയല്ല വേണ്ടത്. നിറയെ വെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റിലാണ്, അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ബക്കറ്റിലേക്ക് ഇടുകയാണെങ്കിൽ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുക. എന്നിട്ട് വേണം ബ്ലീച്ചിങ് പൗഡറിലേക്ക് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൈകൊണ്ടല്ല, വേറെ എന്തെങ്കിലും പൈപ്പിൻ്റെ തുണ്ടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് PVC അല്ലെങ്കിൽ വടിയാവാം, അത് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഉപയോഗിക്കാൻ നിൽക്കരുത്. അതൊരു പാലിൻ്റെ കളറിലേക്ക് വരും. കുറച്ച് സമയം എടുത്തു വയ്ക്കുക. മുകളിൽ വെള്ളം തെളിഞ്ഞു വരും. ഈ പാൽ കളർ മാറിയിട്ട് മുകളിൽ തെളിഞ്ഞ വെള്ളമായിട്ട്
മാറിയതിന് ശേഷം മാത്രം അതെടുത്തിട്ടാണ് നമ്മളിനി ക്ലോറിനേഷനിലേക്ക്, കിണറ്റിലേക്കും നമ്മളെ ടാങ്കിലേക്കുമെല്ലാം ഉപയോഗിക്കുക. ഇനി ഈ തെളിഞ്ഞ ക്ലോറിൻ വാട്ടർ എങ്ങനെയാണ്? നമുക്ക് 3 ഏരിയയിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. 1 നമ്മുടെ കിണറിൽ, 2 നമ്മുടെ ഓവർഹെഡ് ടാങ്കിൽ, 3 ഓവർഹെഡ് ടാങ്കിൽ നിന്നിട്ട് നമുക്ക് വരുന്ന പ്ലംബിംഗ് സിസ്റ്റം. ഇവിടെ എല്ലാം ബാക്ടീരിയാസും വൈറസുകളും എല്ലാം എക്സിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ക്ലോറിനേറ്റ് ചെയ്യുമ്പോൾ ഈ കംപ്ലീറ്റ് ഏരിയാസും ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ 3 ഏരിയാസും ക്ലിയർ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ ഈ ക്ലോറിനേഷൻ ചെയ്യേണ്ടത്. ഇനി ഈ ക്ലോറിൻ വാട്ടർ എടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കിണറിലേക്ക് മറ്റ് കിണറിൻ്റെ വശങ്ങളിലൊന്നും കൂടുതലാവാത്ത രീതിയിൽ കപ്പ് ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് വീഡിയോയിൽ ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നതുള്ളത്. ചുറ്റും ആവശ്യത്തിന് ക്ലോറിൻ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ വെള്ളം തന്നെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. നമ്മളുടെ ഓവർഹെഡ് ടാങ്ക് എത്ര ലിറ്റർ കപ്പാസിറ്റി ആണുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ക്ലോറിൻ വാട്ടർ ഓവർഹെഡ് ടാങ്കിലും അപ്ലൈ ചെയ്യുക, ഒഴിച്ചു കൊടുക്കുക. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ക്ലോറിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഈ ക്ലോറിൻ കുറച്ച് സമയം അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. എന്നാലേ പൂർണ്ണമായിട്ടും ആ ബാക്ടീരിയാസ് അല്ലെങ്കിൽ വൈറസോ ഫംഗസോ എല്ലാം ചത്തുപോകും. മൈക്രോ ഓർഗാനിസംസ് എല്ലാം ചത്തുപോകാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്. ആ സമയം സാധാരണ നമുക്ക് ഏറ്റവും നല്ലത് രാത്രി ഇതൊന്ന് ചെയ്തു വെച്ചിട്ട് മിനിമം 12 hours എങ്കിലും കിട്ടും. രാത്രി നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം 12 to 24 hours ആണെന്ന് പറയുക. അത്രയും സമയം കൊണ്ട് ഇത് മുഴുവൻ ക്ലിയർ ആയിട്ട് ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡ് ഇതിനകത്ത് ഈ വാട്ടർ ടാങ്കിൽ പിന്നെ കിണറിലും എല്ലാം ഇതുണ്ടായിരിക്കണം. ക്ലോറിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ക്ലോറിൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ക്ലോറിൻ ഒഴിക്കുന്നത്? കിണറിൻ്റെ ടോപ്പ് ലെവലിലാണ് ഈ വെള്ളം പോയി വീഴുക. അതേപോലെ തന്നെ വാട്ടർ ടാങ്കിൽ ഒഴിക്കുമ്പോഴും ഇത് മുകളിലാണ് ഉണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ വെള്ളത്തിൽ മുഴുവൻ ഈ ക്ലോറിൻ ഒന്ന് മിക്സ് ആവണം. അതിനുവേണ്ടി ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം, നല്ലതാണ്. വെള്ളം വന്ന ക്ലോറിൻ വാട്ടർ കുറച്ച് സമയം ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ മുഴുവൻ ഇത് വ്യാപിക്കും. പമ്പ് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. വാട്ടർ ടാങ്കിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം എല്ലായിടത്തും എത്താൻ വേണ്ടി ഒരു PVC പൈപ്പോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ ടാങ്കിൽ ഒഴിച്ച വെള്ളം നമ്മുടെ പൈപ്പ് സിസ്റ്റത്തിലൊക്കെ എത്താൻ ഉള്ളൊരു അവസരം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ടാപ്പുകളൊന്ന് തുറന്നു കൊടുക്കുക. എല്ലാ ടാപ്പുകളും ഒന്ന് തുറക്കുക. എല്ലാ ടാപ്പിലൂടെയും ഈ ക്ലോറിൻ കലർന്ന വെള്ളം വന്നിട്ടുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. ആ ടാപ്പിലൂടെ വരുന്ന വെള്ളത്തിന് ക്ലോറിൻ്റെ സ്മെല്ല് വരണം. ആ രീതിയിൽ വേണം ഇത് എൻഷുർ ചെയ്യാൻ. അപ്പോൾ നമുക്കിപ്പോൾ എവിടെയെല്ലാം ക്ലോറിനുണ്ട്? നമ്മുടെ കിണറിൽ ക്ലോറിനുണ്ട്, വാട്ടർ ടാങ്കിൽ ക്ലോറിനുണ്ട്, എല്ലാ പ്ലംബിംഗ് ലൈനിലും ക്ലോറിനുണ്ട്. എന്നിട്ട് ഇതങ്ങനെ കുറച്ച് സമയം ഒരു 12 to 24 hours നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഗുഡ്. അത് നമ്മളങ്ങനെ നിൽക്കട്ടെ. ഇനി ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്ലോറിൻ നിൽക്കുകയാണ്. നമുക്ക് ഈ എക്സസ് ക്ലോറിൻ, സൂപ്പർ ക്ലോറിനേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന് ഇത്രയും ക്ലോറിനേഷൻ ആവശ്യമില്ല, നമുക്കും ഹാംഫുള്ളാണിത്. പക്ഷെ ഇത് കുറയ്ക്കണം. അതുകൊണ്ട് ഇതിനെ ഫ്ലഷ് ചെയ്ത് കളയണം. വാട്ടർ ടാങ്കിലുള്ള ക്ലോറിനും ടാപ്പ് സിസ്റ്റത്തിലുള്ള പ്ലംബിംഗ് ലൈനിലുള്ള ക്ലോറിനും നമുക്ക് തുറന്ന് കളയാം. കിണറിലെ വെള്ളം ക്ലോറിനേഷൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ എന്താ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം, നിങ്ങളുടെ പമ്പിൻ്റെ ഔട്ട്പുട്ടിനെ തിരിച്ച് കിണറിലേക്ക് തന്നെ ഇടുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ ഇത് തന്നെ ഒന്ന് സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ഗുണമുണ്ട്. ക്ലോറിൻ എല്ലാവിടെയും മിക്സ് ആയി കിട്ടും. വളരെ ശക്തിയായിട്ട് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ
ഒരു ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്ലോറിൻ്റെ അളവ് കുറഞ്ഞു വരും. നമുക്ക് സാധാരണ ഡ്രിങ്കിങ് വാട്ടറിന് കൊണ്ടുവരുന്നത് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നത് ഒരു 4 ppm വരെയുള്ള ക്ലോറിനേഷൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. 1 ppm താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ക്ലോറിൻ്റെ അളവ് ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടും ഫ്ലഷ് ഔട്ട് ചെയ്തുകൊണ്ടും 1 ppm താഴേക്ക് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ വെള്ളം ഉപയോഗിച്ച് തുടങ്ങാം. അത് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത പോലെ 2-3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഈ വെള്ളം എടുത്ത് നിങ്ങളുടെ ലാബിലോ അല്ലെങ്കിൽ വാട്ടർ ടെസ്റ്റ് കിറ്റുകളൊക്കെ അവൈലബിൾ ആണ് ക്ലോറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൂപ്പർ ക്ലോറിനേഷനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ. ഓപ്പൺ വെൽ ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കും.